അപ്പൊ നമ്മുടെ യൂട്യൂബർ മണവാളന്റെ അറസ്റ്റ് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലടക്കം ഇതായിരുന്നല്ലോ ചർച്ചാ വിഷയം. എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് മണവാളനും കുറച്ച് സുഹൃത്തുക്കളും കൂടി ചേർന്ന് 2-3 ആളുകളുമായിട്ട് തല്ലും പിടി ഉണ്ടാക്കുന്നു. അതിന്റെ തുടർച്ച എന്നോണം പൂരം കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ അടി ഉണ്ടാക്കിയവരെ മണവാളനും കൂട്ടുകാരും കൂടി ചേർന്ന് ചേസ് ചെയ്യുന്നു. അങ്ങനെ വണ്ടി എടുത്തവരുടെ പിന്നാലെ പോയി. മണവാളനും സംഘവും സഞ്ചരിച്ചത് കാറിലോ ജീപ്പിലോ മറ്റോ ആണ്. എന്നാൽ മറ്റേ പയ്യന്മാർ സ്കൂട്ടറിലാണ് സഞ്ചരിച്ചത്. അങ്ങനെ അവരുടെ കാർ എടുത്ത് വണ്ടിയിലുള്ളവർ ഇടിച്ച് തെറിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ആളപായം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഈ പയ്യന്മാര് നേരെ എന്താക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. ഈ പരാതി കൊടുത്തതോടെ ഈ മണവാളനെയും കൂട്ടരെയും പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നത് അപ്പൊ തന്നെ മണവാളിന്റെ കൂടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. അവര് മാപ്പും പറഞ്ഞ് അവരെ പോലീസുകാർ വെറുതെ വിട്ടു. ശരിക്കും മണവാളനെ അപ്പം പോയി അവിടെ മാപ്പ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്തില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കാത്തിരുന്നിട്ടും ഇവന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാത്തത് കണ്ടപ്പോൾ നമുക്കറിയാം പോലീസുകാരാണ്. അവരെ ചൊടിപ്പിച്ച് കഴിഞ്ഞാണെങ്കിൽ അവര് തിരിച്ചെങ്ങനെ നമ്മോട് പെരുമാറുന്നുള്ളത് പഠിച്ചവന് മാത്രമേ അറിയൂ. ഇതോടെ ഇവർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യായി. നേരെ ഇവനെതിരെ വധശ്രമത്തിന് FIR ഇട്ടു. നേരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. അപ്പോഴും വേണമെങ്കിൽ മണവാളന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമായിരുന്നു. അവനത് ചെയ്തില്ല. പക്ഷേ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ മീഡിയ ഒക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ മീഡിയ ഏറ്റെടുത്തതിന്റെ ചമ്മലിലാവാം അവൻ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാക്കാതിരുന്നത്. എന്തായാലും പോലീസ് വധശ്രമത്തിന് FIR ഇട്ടു. മീഡിയയിൽ ഇത് വലിയ വാർത്തയായി. ഇതൊക്കെ ആയതോടെ ഇവൻ എന്താക്കി, നേരെ അവിടുന്ന് മുങ്ങി. പിന്നെ ഒരു മാസത്തേക്ക് ഇവനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ഇനൊരു പക്ഷെ ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഇവ യൂട്യൂബർ ആയത്, ഏത് തരത്തിലുള്ള യൂട്യൂബറാണ് എന്നൊക്കെ അറിയാതെ പലരും ഉണ്ടാകും. അവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാം. 1 മില്യന് മുകളിൽ ഇവന് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ഇവൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് പബ്ലിക് പ്രാങ്ക് വീഡിയോസ് ആണ്. അതായത് നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ കണ്ടിട്ടില്ലേ, പബ്ലിക്കിൽ ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന ഒരു തരം വീഡിയോ. അങ്ങനത്തെ വീഡിയോസ് ആണ് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവൻ അവസാനമായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഇവൻ മുങ്ങുന്ന സമയത്ത് ചെയ്ത വീഡിയോ ആണ്. യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അയ്യോ പൊട്ടിയില്ല. ഇങ്ങനത്തെ കണ്ടന്റ് ആണ് അവന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ അവന്റെ വീഡിയോന്റെ ഒരു കണ്ടന്റിന്റെ രീതികളെ കുറിച്ച് നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കാണും. പിന്നെ അവന്റെ ചില വീഡിയോസ് ഒക്കെ ഭയങ്കര അതിര് കടന്ന വീഡിയോസ് ആണ്. ഇവനെ 2-3 വീഡിയോസ് നമ്മൾ മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ കേസിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അവനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് 1 മാസമായിട്ട് ഇവനെ കുറിച്ച് യാതൊരു വിവരം ഇല്ലാതായപ്പോൾ പോലീസുകാരെന്താക്കി, ഇവനെ തപ്പി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ കൊടകിൽ വെച്ച് മഫ്തിയിലാണ് പോലീസ് ഇവനെ പിടികൂടുന്നത്. അങ്ങനെ അവനെ പിടികൂടി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ ഹാജരാക്കിയ സമയത്ത് നീ എന്തിനായിരുന്നു കൊടകിൽ പോയതെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാരോടുള്ള അവന്റെ മറുപടി അവിടെ ഭയങ്കര തണുപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നുള്ളതാണ്. വളരെ ലാഘവത്തോടു കൂടിയായിരുന്നു അവൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെരുമാറിയിരുന്നത്. സ്വാഭാവികമായിട്ടും അതും പോലീസുകാരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും നേരെ ഇവന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 14 ദിവസത്തേക്ക് ഇവന് റിമാൻഡിൽ വിട്ടു. 14 ദിവസം റിമാൻഡ് മീൻസ് 14 ദിവസം ഇവന് സബ് ജയിലിൽ കിടക്കണം. അങ്ങനെ അവനെ നേരെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ജയിലിന് മുന്നിൽ വെച്ച് ഇവൻ ഉപ്പ അവന്റെ ഒരു വീഡിയോ ചിത്രീകരിച്ച്. അവനുപ്പ ചിത്രീകരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ജയിലിന് മുന്നിൽ മണവാളനും ടീമും റീൽസ് ചിത്രീകരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഞാൻ ആ വീഡിയോ നമുക്കൊന്ന് കാണിച്ചു തരാം. ശക്തമായി ഓക്കെ, അതാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഉപ്പ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടില്ല, മോനെ പറ ശക്തമായി തിരിച്ചു വരുന്നു പറയാന്ന്. അപ്പൊ അവൻ നാണത്തോട് തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശക്തമായി തിരിച്ചു തരാ എന്നുള്ള രീതിയിലല്ലേ. ഈ വീഡിയോ ആണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ ഉപ്പ ഇന്നലെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്ലേ ചെയ്യിപ്പിക്കാം, കാരണം അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനെ റിമാൻഡിൽ ജയിലിൽ പോയ ഇവനെ കുറിച്ച് പിന്നീട് 2 ദിവസം കഴിഞ്ഞ് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇവന്റെ മുടി പോലീസുകാർ മുറിച്ച് മാറ്റി എന്നുള്ളതാണ്. മുടി മാത്രമല്ല താടിയും മുറിച്ചു. ശരിക്കും പറഞ്ഞാൽ ജയിലിൽ ഇങ്ങനെ റിമാൻഡിൽ പോയൊരു പ്രതിയുടെ താടിയും മുടിയും മുറിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുള്ളതാണ്. വ്യക്തിശുദ്ധി വരുത്തണം, നല്ല ശുദ്ധിയോടുകൂടി നടത്തണം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് താടിയും മുടിയും പഠിക്കാനുള്ള അവകാശം പോലീസുകാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെയും ഉള്ളത് ഈ വധശിക്ഷയ്ക്ക് വിധിച്ച ആൾക്കാരൊക്കെ താടി മുടി മുറിക്കാനാണ്. അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, അവർക്ക് പുറത്തിറങ്ങാനൊന്നും കഴിയില്ലല്ലോ, ജീവിതകാലം മൊത്തം ജയിലായിരിക്കും. അപ്പൊ അവരുടെ താടി മുടിയൊക്കെ വൃത്തിയാക്കി കൊടുക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നേരെ തിരിച്ച് ഇങ്ങനെ ജയിലിൽ പോയ ഒരാളുടെ താടി മുടി മുറിക്കേണ്ട ഉത്തരവാദിത്തം പോലീസുകാർക്കില്ല. പക്ഷെ എന്നിട്ടും പോലീസുകാർ അത് ചെയ്തെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ അത്രത്തോളം ഒരു വട്ടം കറക്കിയിട്ടുണ്ടല്ലോ, അതിനെ ദേഷ്യം തീർത്തതാകാം. എന്തായാലും മുടിയും താടിയും മുറിച്ചതിന് പിന്നാലെ മണവാളിന് മാനസിക അസ്വസ്ഥത നേരിടേണ്ടി വന്നു എന്നതാണ്. അതോടെ വരെ നേരെ എന്താക്കി മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. എന്നിരുന്നാലും എന്തിനു മുടി മുറിച്ചു എന്നതിനെ കുറിച്ച് ഒരു പോലീസുകാരൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടോക്കാം.
പറയുമ്പോൾ അതിന്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് 12 ഇവനൊപ്പമുള്ള തടവുകാർ 12 പേര് ഇവന്റെ സെല്ലിലുണ്ട്. ഇവനടക്കം 13 പേരാണ് ആ സെല്ലിലുള്ളത്. ഈ 12 പേരും ഇവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ മുടി ഇങ്ങനെ വലിച്ചുവിടും. ഈ വലിച്ചുവിടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ജയിൽ ജീവനക്കാർ ഈ തടവ് പുള്ളികളുടെ ആഹാരത്തിൽ ഇത് പറന്നു വീഴും. മുടി പറന്നു വീഴും. അപ്പൊ മുടി പറന്നു വീഴുന്നതുമായി ബന്ധപ്പെട്ട് ഇവന്റെ മുടിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ കളർ ചെയ്തിട്ടുള്ള മുടിയാണ് ഈ പാത്രത്തിൽ വീണത്. മാത്രമല്ല ഇവൻ കിടക്കുന്ന സെല്ലിലാകെ മുടിയാണ്. അത് ബാക്കിയുള്ളവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഈ മുടി ആ സെല്ലിൽ ഇങ്ങനെ പറന്നു നടക്കുന്നതും ഒക്കെയുള്ള നീളമുള്ള മുടി ഇങ്ങനെ പറന്നു നടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം ആഹാരത്തിൽ നിന്ന് കിട്ടിയ മുടി അവര് ഇതിന് തെളിവായി ജയിൽ അധികൃതരെ ഈ തടവ് മുടികൾ ഏൽപ്പിക്കുകയുണ്ടായി. ഇതാണ് ഇവന്റെ മുടി വെട്ടാനുള്ള കാരണം. ഇയാൾക്ക് ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുണ്ട്. മയക്കുമരുന്ന് അഡിക്ഷന്റെ പ്രശ്നം മുഹമ്മദ് ഷഹീൻ ഷായ്ക്ക് ഉണ്ട് എന്നാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുള്ള ഇയാൾ ജയിലിൽ പ്രവേശിച്ചത് മുതൽ അസഹിഷ്ണുത കാണിക്കുന്നു. മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, മാനസിക അസ്വാസ്ഥ്യം വെളിവാക്കുന്ന രീതിയിൽ ആഹാരം കഴിക്കുന്നു. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ പോലീസുകാരും പറയുന്നത് അല്ലേ. ഒന്ന്, ഇവന് നല്ല മുടി കൊഴിച്ചിലുണ്ട്. ഇവന്റെ മുടി മുഴുവനും സെല്ലിൽ ഇങ്ങനെ പാറിക്കെടുക്കായിരുന്നു. അത് സെല്ലിലുള്ള മറ്റു ജീവനക്കാർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ രണ്ടാമത് ഇവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത്. ഈ രണ്ടാമത് പറഞ്ഞ കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അല്ലെ. പക്ഷെ ഇവന്റെ അടുത്ത സുഹൃത്തുക്കളും ഇവനെ അടുത്തറിയുന്ന ആൾക്കാരും പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവന് ഡ്രഗ് ഒന്നും ഉപയോഗിക്കുന്ന വ്യക്തിയല്ല എന്നുള്ളതാണ്. ഇതിൽ ആര് പറഞ്ഞതാണ് സത്യമെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ഒരു കൺഫർമേഷൻ വരേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് പിന്നാലെ ഇവൻ ഉമ്മയും ഉപ്പയും ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ചു ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അത് കണ്ട് ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശയും ട്രിം ചെയ്ത് മുറിച്ചു മാറ്റിയത്. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനെന്ന്. അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് 2 ആള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി. ഇങ്ങനെയൊക്കെയാണ് ഉമ്മ പറയുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഉമ്മ പറയുന്നത് അല്ലേ. പിന്നെ ഉമ്മാനോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഇത്ര സംഭവമാക്കി കാണേണ്ട ആവശ്യമുണ്ടോ? മുടിയും താടിയല്ല മുറിച്ചത്, അതൊക്കെ 1 മാസം കൊണ്ട് പഴയ പോലെ ആകും. അതിന് ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഒക്കെ ഉമ്മ ആവണം. എന്റെ താടിയും മുടി മുറിച്ചെന്ന് പറഞ്ഞാണെങ്കിൽ എന്റെ ഉമ്മക്ക് ഒടുക്കത്തെ സന്തോഷമായിരിക്കും. മുറിച്ചില്ലേ, കുറച്ചും കൂടി പറ്റിച്ച് വെട്ടായിരുന്നില്ല എന്നായിരിക്കും ഉമ്മ പോലീസുകാരോട് പറയാം. എന്തായാലും ഉമ്മയുടെ എക്സ്പ്ലനേഷന് വീഡിയോക്ക് താഴെ ആളുകളൊക്കെ പൂരെ തെറിവിടെയാണ് കേട്ടോ. മകനെ ന്യായീകരിക്കാൻ നാണമില്ലേ തള്ളേ, മകനെ കൊഞ്ചിച്ച് വഷളാക്കിയിട്ട് ഇപ്പൊ കിടന്ന് ന്യായീകരിക്കണോ എന്നുള്ള രീതിയിലാണ് ഫുള്ള് കമന്റുകളും വരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ ഉമ്മാനെ കുറ്റം പറയില്ല കേട്ടോ. നിങ്ങൾ ആ ഒരു ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കി. ഏത് അമ്മയാണ് സ്വന്തം മകനെ തള്ളി പറയുക? എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരു അമ്മയും സ്വന്തം മകനെ തള്ളി പറയില്ല. മാക്സിമം അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ ഏതൊരു അമ്മയും ശ്രമിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ഈ ഉമ്മ ന്യായീകരിച്ചു, അത്രയേ ഉള്ളൂ. ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും ഈ ഉമ്മാനെ കുറ്റം പറയാൻ പറ്റത്തില്ല. സ്വന്തം മകന്റെ മുടി മുറിച്ച് അവന്റെ മെന്റൽ ഹോസ്പിറ്റലിൽ കാണേണ്ടി വരുന്ന ഒരു ഉമ്മയുടെ സങ്കടം പറച്ചിലായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എനിക്ക് മറ്റുള്ളവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. ആ രീതിയിൽ ഇതിനെ നോക്കി കണ്ടാൽ മതി. എന്നിരുന്നാലും ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജയിലിന് മുന്നിൽ വെച്ച് അവന്റെ ഉപ്പ അവന്റെ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത്. അതിനൊരു എക്സ്പ്ലനേഷൻ അവന്റെ ഉപ്പ നൽകുന്നുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് കണ്ടുനോക്കാം. എന്റെ മകന്റെ റീൽസ് എടുത്തു എന്നുള്ള വിവരം അറിഞ്ഞു. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ, ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക്. ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ നീ സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്ക്, ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ്, ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. റീൽസോ കാര്യങ്ങളല്ല, ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യം വീഡിയോ എടുത്തു, മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക. അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നുള്ളത് എടുത്തു. പക്ഷെ ആ എടുത്തത് എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞു, മോനെ അത് റെക്കോർഡിങ് ആയിട്ടാ. അപ്പൊ അവൻ പറഞ്ഞു റെക്കോർഡിങ് ആയില്ലേ പറഞ്ഞാൽ ചിരിച്ചു. അപ്പൊ അതാണ് രണ്ടാമത്തെ ജയിലിന്റെ ഫ്രണ്ടില് അകത്തേക്ക് കയറുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ് റെക്കോർഡിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അവൻ ചിരിച്ചു. ആ ചിരിക്കണതൊക്കെ ഇതിലുണ്ടായിരുന്നു. ഇത് വീണ്ടും പറയും കുഴപ്പമില്ല, ഞാൻ വളരെ ആക്റ്റീവായിട്ട് തിരിച്ചു വരും, ശക്തനായിട്ട് തിരിച്ചു വരും ഈ പറയും, ഉമ്മാക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത്. എന്റെ ആ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഞാൻ അയച്ചു കൊടുത്തു, എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു, എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ഞാൻ വരുമ്പോ തന്നെ. അപ്പൊ ഇല്ല എവിടെയും പറഞ്ഞുതരാം സാറേ. അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല, ഞാൻ പുറത്തു വിട്ടിട്ടില്ല. അതേസമയം തന്നെ ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. അല്ല, ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു.
ബാക്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കാണാം. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ആയിരിക്കാം, ഞാൻ അറിഞ്ഞിട്ടില്ല ആ സംഭവം. ഞാൻ എന്റെ മകൾക്ക് തൃശ്ശൂരിൽ നിന്ന് അവിടെ പോയി തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടു. എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ, എന്റെ ഭാര്യ, മകനൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ട്, 6 ആളായിട്ടുള്ളൂ, ഫാമിലി ഗ്രൂപ്പ്. എന്റെ ഗ്രൂപ്പിലിട്ടത് പറഞ്ഞ് ഇക്കാക്ക് ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, കണ്ടില്ല ജയിലിൽ പോകുമ്പോഴും ആള് വളരെ ഒന്നിനും ഇട്ടിട്ടില്ല, മറ്റേ ഒരു ഇതിനും ഇട്ടിട്ടില്ല. ഒരു മിനിറ്റ് സാറേ, ഒരു ഗ്രൂപ്പിലും ഞങ്ങൾ ഇട്ടിട്ടില്ല ഒന്ന്. എന്നിട്ട് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോ അവിടുന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ അല്ല ഞാൻ അതിൽ വോയിസ് ഉണ്ട്, എന്റെ ഇതിൽ അതിന്റെ വോയിസും ഉണ്ട്. ഇതാരും ഒരാൾക്കും ഫോർവേഡ് ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യക്കും മകൾക്കും എന്റെ വീട്ടുകാർക്ക് ഇട്ടുകൊടുത്തത്. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്റെ മകള് വിളിച്ചു. മകള് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. ഉപ്പ ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എല്ലാ മാധ്യമത്തിലും വന്നിട്ടുണ്ടല്ലോ എന്ന്. ഓക്കെ, ഇതാണ് ജയിലിന് മുന്നിൽ വെച്ച് മണവാളനും സംഘവും റീൽ വീഡിയോ ചിത്രീകരിച്ചതിനുള്ള ഉപ്പാന്റെ എക്സ്പ്ലനേഷൻ. എന്നിരുന്നാലും ഓരോരുത്തരും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ടല്ലേ. പോലീസുകാർ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു, വീട്ടുകാർ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ വരേണ്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ മണവാളൻ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ്. പോലീസുകാരൻ അവൻ ഡ്രഗ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു, പക്ഷെ അവനെ വേണ്ടപ്പെട്ട ആളുകൾ പറയുന്നു അവനത് ഉപയോഗിക്കാറില്ല. തീർച്ചയായും അവൻ ഡ്രഗ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവന്റെ വീട്ടുകാരെ അറിയുമല്ലോ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മണവാളനെങ്കിൽ തീർച്ചയായും അവന്റെ വീട്ടുകാരുടെ ഒരു തരത്തിലുള്ള ന്യായീകരണവും നമുക്ക് അംഗീകരിക്കാനാവില്ല. അല്ലാതെയാണ് അവനതെല്ലാം പ്രവർത്തിച്ച് കൂട്ടിയത് എങ്കിൽ തീർച്ചയായും അവനെ ന്യായീകരിച്ചതിന്റെ പേരിൽ അവന്റെ വീട്ടുകാരെ തെറി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാനാവില്ല. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങളിൽ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.